ഞാൻ കർത്താവായ യേശുവിന് നന്ദി പറയുന്നു. 2025 ഒക്ടോബർ 30 നേവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ നിലവിലെ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയക്കെതിരെ നടന്ന അതിനിർണായകമായ സെമിഫൈനൽ ഇന്ത്യൻ വനിതാ ടീമിനെ വിജയത്തിലേക്ക് നയിച്ച ജമീമ റോഡ്രിഗസിന്റെ നന്ദി പ്രകടനം. യേശുവിനെ രക്ഷകനും കർത്താവുമായി വിശ്വസിക്കുന്നവരെ മാത്രമല്ല, ഭാരതം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവർക്കും ആഹ്ലാദവും അഭിമാനവും പകരുന്ന സംഭവമായി. ഓരോ ഇന്ത്യക്കാരനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് ഏറ്റുപറയാനും പ്രഘോഷിക്കാനും അവകാശം തരുന്നതാണ് ഭാരതത്തിന്റെ മതേതരത്വം എന്ന യാഥാർത്ഥ്യത്തിന് ഇതിലും വലിയ സാക്ഷ്യം എന്താണുള്ളത്? ജമീമയ്ക്ക് പകരം മറ്റൊരു താരം ജയ് ശ്രീറാം വിളിച്ചിരുന്നെങ്കിലോ എന്താകുമായിരുന്നു സ്ഥിതി? BJP നേതാവും സിനിമാ നടിയുമായ കസ്തൂരി ശങ്കർ ചോദിച്ചില്ലേ. ഒന്നാമത് ജമീമ യേശുവെ സ്വസ്ത്രം എന്ന് വിളിക്കുകയായിരുന്നില്ല. പകരം പ്രതികരണം ചോദിച്ച മാധ്യമപ്രവർത്തകനോട് തന്റെ ഹൃദയവികാരം പ്രകടമാക്കുകയായിരുന്നു. വ്യക്തിഗത സ്കോർ 50 കടന്നപ്പോഴോ 100 കടന്നപ്പോഴോ പോലും ഗാലറികൾ ഇളകിമറിഞ്ഞ് ആഹ്ലാദിച്ചപ്പോഴും അവൾ ഒരു ആഹ്ലാദ പ്രകടനവും നടത്തിയില്ല. പകരം തന്നെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യിക്കുന്നവനെ സ്തുതിച്ച് ശക്തി നേടുകയായിരുന്നു എന്നാണ് കളിയുടെ അവസാന നിമിഷങ്ങളിൽ എന്താണ് സ്വയം പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന ചോദ്യത്തിന് അവൾ ഉത്തരം പറഞ്ഞത്. ഇനി ഇത്തരത്തിലൊരു നേട്ടം കൈവരിക്കുന്ന ഒരു താരം തനിക്ക് വിജയം സമ്മാനിച്ചത് ശ്രീരാമനാണെന്ന് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ തന്നെ എന്ത് സംഭവിക്കുമെന്നാണ് കസ്തൂരി ഭയപ്പെടുന്നത്? സ്റ്റേഡിയം നിറഞ്ഞ കാണികൾ അത് ഏറ്റുവിളിക്കാനും സാധ്യതയുണ്ട്. അതിൽ ആർക്കാണ് വേദന? അത് കാണുമ്പോൾ നമ്മുടെ മാതൃഭൂമിയുടെ സാംസ്കാരിക ഉന്നതിയോർത്ത് സന്തോഷിക്കണം. അതിനുള്ള സ്വാതന്ത്ര്യമാണ് ഭാരതത്തിന്റെ ഭരണഘടന ഉറപ്പുതരുന്നത്. എന്നാൽ അങ്ങനെ വിളിക്കാൻ ആരെയെങ്കിലും നിർബന്ധിക്കുകയോ വിളിക്കുന്നവരുടെ നാവടക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അത് പാപമാണ്. അത്തരം വ്യക്തികളുണ്ടെങ്കിൽ അവരാണ് ആപത്ത്. ജമീമ ചെയ്തത് ശരിയായില്ലെന്ന് പറയുന്നവരെ ഭയപ്പെടണം. ഇത്തരക്കാർ ഭാരതത്തിലെ ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും മുസ്ലിമുകളിലുമുണ്ട് എന്നതാണ് ഭാരതം നേരിടുന്ന വലിയ വെല്ലുവിളി. മതേതര ഭാരതത്തിൽ അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കുന്ന മതേതര വിശ്വാസി അറിയണം, ഭാരതത്തിന്റെ മതേതരത്വം പറയുന്നത് എല്ലാ മതങ്ങളുടെയും പ്രവർത്തന സ്വാതന്ത്ര്യമാണ്, ഒരു മതത്തിന്റെയും നിഷേധമല്ല. ഏതെങ്കിലും ഒരു മതവിശ്വാസിയുടെ ഇത്തരം ഒരു സാക്ഷ്യത്തിൽ ആകുലപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മതേതരത്വമാണ് സംശയിക്കപ്പെടേണ്ടതും. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിലെ ചരിത്രം കുറിച്ച ദിനമായിരുന്നു 2025 ഒക്ടോബർ 30. വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഒരിക്കലും നേടിയിട്ടില്ലാത്ത എല്ലാവരുടെയും പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയിരുന്ന ഇന്ത്യൻ ടീമിന് കപ്പ് സ്വന്തമാക്കുന്നതിന് 7 തവണ ലോകകപ്പ് നേടിയ ഓസ്ട്രേലിയൻ ടീമിന്റെ മേൽ വിജയം അനിവാര്യമായിരുന്നു. എന്നാൽ അത് സാഹസികവുമായിരുന്നു. ലോകകപ്പിൽ തുടർച്ചയായ 15 മത്സരങ്ങളിൽ പരാജയമറിയാതെ കുതിക്കുകയായിരുന്നു ഓസ്ട്രേലിയ. ഗ്രൂപ്പ് മത്സരങ്ങളിലെ 7 കളികളിലും അവർ വിജയിച്ചു. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 49.5 ഓവറിൽ 338 റൺസ് എന്ന കൂറ്റൻ സ്കോറിലെത്തി. ഏകദിനത്തിൽ മറികടക്കാൻ ഏറെ ക്ലേശമുള്ള സ്കോറാണത്. 339 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 48.3 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിന് ലക്ഷ്യം മറികടന്നു. ഈ വിജയത്തിന് ഏറ്റവും വലിയ സംഭാവന ചെയ്ത താരമാണ് ജമീമ. അവളുടെ ദിനമായിരുന്നു ഒക്ടോബർ 30. നേവി മുംബൈയിലെ 70,000-ലധികം കാണികൾക്ക് മുന്നിൽ അവൾ ഇന്ത്യയുടെ അഭിമാനമായി. വെറും 13 റൺസിന് ആദ്യ വിക്കറ്റ് വീണപ്പോൾ ക്രീസിലെത്തിയ ജമീമ 134 ബോളിൽ 127 റൺസോടെ വിജയം നേടും വരെ ഇന്ത്യയെ കാത്തു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും തിളക്കമാർന്ന ഒരു നേട്ടം. 1983 ഇന്ത്യ ആദ്യമായി പുരുഷന്മാരുടെ ക്രിക്കറ്റ് ലോകകപ്പ് നേടുമ്പോൾ സെമിഫൈനലിലെ വിജയത്തിന് ശില്പിയായ സന്ദീപ് പട്ടേൽ പറഞ്ഞത് 1983 ലോകകപ്പിലെ സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ ഞാനെടുത്ത 50-നേക്കാൾ കേമമാണ് ജമീമയുടെ നേട്ടമെന്നാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ രാജകുമാരൻ സുനിൽ ഗവാസ്കർ പറഞ്ഞു, ഇന്ത്യൻ വനിതകൾ ലോകകപ്പ് നേടിയാൽ ഞാൻ ജമീമയുമായി യുഗ്മഗാനം പാടും, അവൾ പ്രിയപ്പെട്ട ഗിത്താർ വായിക്കും. അത്ര പ്രതീക്ഷ ഉണർത്തുന്നതായിരുന്നില്ല ഇന്ത്യൻ ഇന്നിങ്സിന്റെ ആദ്യ നിമിഷങ്ങൾ. ഷെഫാലിയുടെ ആദ്യ വിക്കറ്റ് 13-ന് നിലംപൊത്തി. ജമീമ വന്നു. അവളും സ്മൃതി മന്ദാനിയും ചേർന്ന് നല്ല തുടക്കം കുറിക്കുന്നു എന്ന തോന്നൽ ഉണ്ടായതാണ്.
പക്ഷെ സ്കോർ 59-ലെത്തിയപ്പോൾ സ്മൃതി വീണു. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറാണ് നാലാമതെത്തിയത്. ജമീമയും കൗറും ചേർന്ന് ഇന്ത്യൻ സ്കോർ 226-ലെത്തിച്ചു. ഇന്ത്യക്ക് പ്രതീക്ഷയായി. 36-ാം ഓവറിൽ 88 ബോളിൽ 89 റൺസ് എടുത്തു. കൗർ ക്രീസ് വിടുമ്പോൾ ജയിക്കുവാൻ ഇന്ത്യക്ക് 115 ബോളിൽ 113 റൺസ് വേണ്ടിയിരുന്നു. തുടർന്ന് വന്ന ദീപ്തിയുമായി ചേർന്ന് സ്കോർ 264-ലെത്തിച്ചപ്പോൾ 40.5 ഓവറിൽ ദീപ്തി റണ്ണൌട്ടായി. തുടർന്ന് വന്ന റിച്ച 45.5 ഓവറിൽ സ്കോർ 310-ൽ നിൽക്കുമ്പോൾ ഔട്ടായി. 226-ൽ കൗർ പുറത്തായി. പിന്നീട് വന്ന ദീപ്തി 264-ന് പുറത്തായി. റിച്ച ഘോഷ് 310-ന് പുറത്തായി. തുടർന്ന് വന്ന അംജോത് കൗറും ജമീമയും ചേർന്ന് ഇന്ത്യൻ വിജയം ഉറപ്പാക്കി. 5 വിക്കറ്റിന് 341 റൺസ്. ജമീമയുടെ ലോകകപ്പിലെ ഏറ്റവും തിളക്കമാർന്ന നേട്ടമായി 134 ബോൾ നേരിട്ടെടുത്ത 127 റൺസ്. 3-ാം ഓവറിൽ ക്രീസിലെത്തി 49-ാം ഓവർ വരെ സ്റ്റേഡിയത്തിൽ ബാറ്റ് ചെയ്യുക. ഒരു 25-കാരി ഇന്ത്യക്കാരിയുടെ കായികശേഷിക്ക് അപ്പുറമായിരുന്നു അത്. സമ്മാനദാനത്തിനിടെ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് കൊടുക്കുമ്പോൾ മാധ്യമങ്ങൾ അവളുടെ പ്രതികരണം തേടി. അവൾ വിനയത്തോടെ പറഞ്ഞു, ആദ്യമായി ഞാൻ യേശുവിന് നന്ദി പറയുന്നു. കാരണം എനിക്ക് തനിയെ ഇത് സാധിക്കുമായിരുന്നില്ല. ഇന്ന് അവിടുന്നാണ് എന്നെ സംവഹിച്ചത്. അവൾ തുറന്ന് ഏറ്റുപറഞ്ഞു. കഴിഞ്ഞ 4 മാസമായി ഞാൻ വല്ലാത്ത ക്ലേശത്തിലായിരുന്നു. മത്സരത്തിൽ 5-ാമതായി ഇറങ്ങുന്നു എന്ന ധാരണയിലാണ് ഞാൻ ഷവറിന് പോയത്. അപ്പോൾ വിളി വന്നു, നമ്പർ 3 ആയി ഇറങ്ങണം, ഇന്ത്യ ലോകകപ്പ് നേടണം. അതുമാത്രമായിരുന്നു മോഹം. വ്യക്തിപരമായ സ്കോറുകൾ പ്രശ്നമല്ല. എൻ്റെ അർദ്ധ സെഞ്ചുറിയോ ഒന്നും വിഷയമല്ല. ഇന്ത്യ ജയിക്കണം. കളി അവസാന നിമിഷത്തോടടുത്തപ്പോൾ നീ എന്താണ് തനിയെ പറയുന്നത് കണ്ടത് എന്ന ചോദ്യത്തിന് അവൾ പറഞ്ഞു, ബൈബിൾ വചനമായിരുന്നു അത്. പുറപ്പാട് പുസ്തകത്തിലെ 14-ാം അധ്യായം 14-ാം വാക്യമായിരുന്നു അത്. പരിശുദ്ധ ബൈബിളിലെ ആ തിരുവചനം ഞാൻ അനുസരിച്ചു. ശാന്തമായി നിൽക്കുക, ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഞാൻ അവിടെ നിന്നു, അവൻ എനിക്ക് വേണ്ടി പോരാടി. ഈ ടൂർണമെന്റിനിടെ മിക്ക ദിവസവും ഞാൻ കരയുമായിരുന്നു. എനിക്ക് നന്നായി കളിക്കാൻ സാധിച്ചിരുന്നില്ല. സെമിയിൽ മികച്ച പ്രകടനം നടത്തിയെങ്കിലും വചനമനുസരിച്ച് ശാന്തമായി ഇരിക്കാനായിരുന്നു അവൾ ശ്രമിച്ചത്. 42-ാം ഓവറിൽ 100 കടന്നു. സ്റ്റേഡിയം ഇളകിമറിഞ്ഞു. ജമീമ കൈപോലും ഉയർത്തിയില്ല. അപ്പോഴും വേണം 50 പന്തിൽ 70 റൺസ്. തല കുമ്പിട്ട് പലപ്പോഴും തളർന്ന് ജമീമ നിന്നു. 85 ആയപ്പോൾ ഞാൻ വല്ലാതെ തളർന്നു. ദീപ്തിയോട് പറഞ്ഞു, നീ എന്തെങ്കിലും പറഞ്ഞ് എനിക്ക് കരുത്തു പകരണം. ഞാൻ നേടിയ ഓരോ റൺസിനും അവൾ പ്രശംസിച്ചു. ദീപ്തിയുടെ വിക്കറ്റ് കളഞ്ഞതുപോലും എനിക്കു വേണ്ടിയാണ്, ജമീമ ഓർമ്മിച്ചു. ക്രീസ് വിടുമ്പോൾ ദീപ്തി പറഞ്ഞു, സാരമില്ല, നീ കളി തീർക്കണം. ഞാൻ വീണുപോകുമെന്ന് തോന്നിയപ്പോൾ സഹതാരങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. 82-ലും 106-ലും ജമീമയ്ക്ക് ലൈഫ് കിട്ടിയതാണ്. അവളുടെ ക്യാച്ച് ഓസ്ട്രേലിയൻ കൈകളിൽ നിന്ന് വഴുതിപ്പോയി. ഞാൻ വചനമനുസരിച്ച് ശാന്തമായി നിന്നു. അവസാനം ഇന്ത്യ വിജയിച്ചപ്പോൾ അതിനെനിക്ക് സാധിച്ചില്ല. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് ഒറ്റയ്ക്ക് ഇതിന് കഴിയില്ല. എൻ്റെ മാതാപിതാക്കൾക്കും പരിശീലകർക്കും ടീം അംഗങ്ങൾക്കും നന്ദി. കഴിഞ്ഞ മാസം ഏറെ കഠിനമായിരുന്നു. എല്ലാ ദിവസവും ഞാൻ കരയുകയായിരുന്നു. വല്ലാത്ത ആശങ്കയിലൂടെ കടന്നുപോയി. മാനസികമായി വല്ലാതെ ബുദ്ധിമുട്ടി. ഞാൻ ഒരു ദൈവവചനം ഉരുവിട്ടു, ശാന്തയാവുക, കർത്താവ് നിനക്ക് വേണ്ടി പോരാടും. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പോരാടി. അമ്മയ്ക്കും അച്ഛനും പരിശീലകനും എന്നെ വിശ്വസിച്ച എല്ലാവർക്കും നന്ദി. നവംബർ 2-ന് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് തോൽപ്പിച്ചു. ഇന്ത്യ വനിതാ ലോകകപ്പ് ഉയർത്തി. ഫൈനലിലും നമ്പർ 3 ആയി ജമീമ ഇറങ്ങി. പക്ഷേ 24 റൺസിന് ഔട്ടായി. അവൾ പവലിയനിലിരുന്ന് വചനം ഉരുവിട്ടിരിക്കണം ഇന്ത്യയുടെ വിജയത്തിന്. ഏതായാലും ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ വനിതകൾ ലോകകപ്പ് ജേതാക്കളായി. മംഗലാപുരംകാരിയാണ് ജമീമ. മംഗലാപുരത്തെ ഒരു കത്തോലിക്ക കുടുംബാംഗം. ഐവാൻ റോഡ്രിഗസും ലെവിത്ത റോഡ്രിഗസുമാണ് മാതാപിതാക്കൾ. 3 മക്കൾ, ഏനോക്കും ഏലിയും ജമീമയും. 3ഉം ബൈബിൾ പേരുകളാണ്. ബൈബിളിലെ സഹനങ്ങളിലൂടെ കടന്നുപോയ നീതിമാനായ ജോബിന് ദൈവമെല്ലാം ഇരട്ടിയായി പുനഃസ്ഥാപിച്ചു കൊടുത്തപ്പോൾ ജനിച്ച ആദ്യ മകളാണ് ജമീമ. ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം 12 മുതലുള്ള വചനങ്ങൾ പറയുന്നു, കർത്താവ് അവന്റെ ശേഷിച്ച ജീവിതം മുമ്പിലത്തേക്കാൾ ധന്യമാക്കി. അവന് 14,000 ആടുകളും 6,000 ഒട്ടകങ്ങളും 1000 കാളകളും 1000 പെൺകഴുതുകളും ഉണ്ടായി. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. മൂത്തവൾ ജമീമ, രണ്ടാമത്തവൾ കെസിയ, മൂന്നാമത്തവൾ കേരൻ ഹാപ്പുക്.
അസാധാരണമെന്ന് പറയട്ടെ, പുത്രന്മാരുടെ പേരുകൾ ബൈബിൾ പറയുന്നില്ല. പുത്രിമാരെ കുറിച്ച് ഇത്തിരി കൂടി പറയുന്നു. ജോബിന്റെ പുത്രിമാരെ പോലെ സുന്ദരികളായ സ്ത്രീകൾ ആ ദേശത്തൊന്നും ഉണ്ടായിരുന്നില്ല. പിതാവ് അവർക്കും സഹോദരന്മാർക്കുമൊപ്പം അവകാശം കൊടുത്തു. ജമീമ എന്ന ഹീബ്രു പദത്തിന് പ്രശോഭ, സുന്ദരദിനം എന്നൊക്കെ അർത്ഥമുണ്ട്. കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ഇപ്പോൾ ഇവാഞ്ചലിക്കൽ സമ്മേളനങ്ങൾ നടത്തുന്ന പാസ്റ്ററാണ് ഐവാൻ. മുംബൈയിലെ ഘർ ജിംഖാന ക്ലബിൽ മതസമ്മേളനം നടത്തിയെന്ന ആരോപണത്തിൽ അദ്ദേഹത്തിന്റെ ക്ലബിലെ ഓണററി അംഗത്വം അടുത്ത കാലത്ത് റദ്ദാക്കിയത് വിവാദമായിരുന്നു. 2024 റോഡ്രിഗസ് ബോംബെ ജിംഖാനയിലെ അംഗത്വം മതപരമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു എന്ന പേരിൽ രൂക്ഷമായ സൈബർ ആക്രമണത്തിന് വിധേയനായി. ബോംബെയുടെ പ്രാന്തത്തിലുള്ള ഭാണ്ഡുപ്പിൽ 2000 സെപ്റ്റംബർ 5-നായിരുന്നു ജമീമ ജനിച്ചത്. മുംബൈയിലെ സെന്റ് ജോസഫ് കോൺവെന്റ് ഹൈസ്കൂളിലും റസ്വി കോളേജിലും പഠിച്ചു. 4-ാം വയസ്സിൽ അവൾ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങി. സഹോദരങ്ങളായ ഏനോക്കും ഏലിയുമായിരുന്നു ബൗളർമാർ. അവൾ അവർക്കും പന്തെറിഞ്ഞു കൊടുത്തു. കുട്ടികൾക്ക് മികച്ച പരിശീലനം കൊടുക്കാൻ ഐവാൻ ബാന്ദ്രയിലേക്ക് താമസം മാറി. അച്ഛൻ ഇവാൻ റോഡ്രിഗസ് ആദ്യ പരിശീലകൻ. മികച്ച ഹോക്കി താരവുമായിരുന്നു ജമീമ. മഹാരാഷ്ട്ര അണ്ടർ-17, അണ്ടർ-19 ഹോക്കി ടീമുകളിൽ അംഗമായിരുന്നു. 2012-2013 12-ാം വയസ്സിൽ മഹാരാഷ്ട്രയുടെ ക്രിക്കറ്റ് അണ്ടർ-19 ടീമിൽ അംഗമായി. 13 വയസ്സിൽ അണ്ടർ-19 സംസ്ഥാന ടീമിൽ കളിച്ചു. 50 ഓവർ ക്രിക്കറ്റിൽ ഇരട്ടി സെഞ്ചുറി നേടി. സ്മൃതി മന്ദാനയ്ക്ക് ശേഷം ക്രിക്കറ്റ് താരമായി. 2017 നവംബറിൽ സൗരാഷ്ട്രക്കെതിരെ ഔറംഗാബാദിൽ 202 റൺസ് എടുത്താണ് ഇരട്ട സെഞ്ചുറി നേടിയത്. 21 ബൗണ്ടറികൾ പായിച്ചാണ് ഡബിൾ സെഞ്ചുറി കുറിച്ചത്. 2018 സീസണിൽ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി 1013 റണ്ണടിച്ചു, 5 സെഞ്ചുറി, ഒരു ഇരട്ട സെഞ്ചുറിയും സ്വന്തമാക്കി. 2018 മികച്ച വനിതാ ക്രിക്കറ്റർക്കുള്ള ജഗ്മോഹൻ ഡാൽമിയ അവാർഡ് നേടി. 2018 മുതൽ ഇന്ത്യൻ വനിതാ ടീമിൽ മധ്യനിര ബാറ്ററാണ് ജമീമ. 2018 ദക്ഷിണാഫ്രിക്കയുമായി നടന്ന ത്രിമത്സര ഏകദിന പരമ്പരയിലും 2018 മാർച്ച് 12-ന് വനിതാ ഏകദിനത്തിൽ ഓസ്ട്രേലിയക്ക് എതിരെ കളിച്ചു. 2018 ഒക്ടോബറിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയും കളിച്ചു. 2022 പക്ഷേ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം ലഭിച്ചില്ല. നിരാശപ്പെടാതെ കളി തുടർന്നു. 2022 വനിതാ ഏഷ്യ കപ്പിനുള്ള ടീമിലും 2022 സ്വർണം നേടിയ ഏഷ്യൻ ഗെയിംസ് ടീമിലും 2022 വെള്ളി നേടിയ കോമൺവെൽത്ത് ഗെയിംസ് ടീമിലും ജമീമ കളിച്ചു. 2025 ടീമിൽ അംഗമായി. ബാറ്റും ഗിത്താറുമാണ് ജമീമയുടെ പ്രിയ കൂട്ടുകാർ. നന്നായി ഗിത്താർ വായിക്കും. ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിന്റെ താരം കൂടിയാണ് ജമീമ. 2.2 കോടി രൂപയാണ് ജമീമയുടെ വില. ജമീമയുടെ ആദ്യ ലോകകപ്പ് മത്സരം 5-ാം നമ്പറായിട്ടാണ് ആദ്യ 4 കളിയിൽ ഇറങ്ങിയത്. 2-ലും ഡക്കടിച്ചു. മറ്റു 2 മത്സരങ്ങളിൽ 32-ഉം 33-ഉം റണ്ണാണ് ലഭിച്ചത്. ഇംഗ്ലണ്ടിനെതിരെ കളിപ്പിച്ചില്ല. ന്യൂസിലൻഡിനെതിരെ അമോൽ മജൂദാർ അവളെ 3-ാം നമ്പറിൽ പരീക്ഷിച്ചു. ആ പരീക്ഷണം അവൾക്കും ഇന്ത്യക്കും വൻ വിജയമായി. അവൾ തകർത്തടിച്ചു. ന്യൂസിലൻഡിനെതിരെ 55 പന്തിൽ ജമീമ 76 റൺസ് എടുത്തു. അതോടെ 3-ാം നമ്പറായി ഉയർന്നു. ഓസ്ട്രേലിയക്കെതിരെ നമ്പർ 3 ആയി വന്നു. ക്രീസിൽ ഇറങ്ങുന്നതിന് 3 മിനിറ്റ് മുമ്പാണ് വിവരം ജമീമയോട് പറഞ്ഞത്. സെമി ഫൈനലിൽ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിനൊപ്പം കുറിച്ച 167 റൺസ് ഇന്ത്യക്ക് വൻ നേട്ടമായി. സെഞ്ചുറി നേടിയപ്പോൾ പോലും ആഹ്ലാദ പ്രകടനം നടത്തിയില്ല. എന്റെ സെഞ്ചുറി കാര്യമല്ല, ഇന്ത്യ ജയിക്കണം, അതുമാത്രമായിരുന്നു ലക്ഷ്യം, ജമീമ പറഞ്ഞു. പ്രായത്തിനപ്പുറം അവൾ പക്വത കാണിച്ചു എന്ന് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ കൂട്ടുകാരിയെ പ്രശംസിച്ചു. ഇന്ത്യയെ ജയിപ്പിക്കാമെന്ന് തെളിയിച്ചു എന്നും കൗർ കൂട്ടിച്ചേർത്തു. ജമീമ വിശ്വസിച്ചതും പ്രാർത്ഥിച്ചതും ഇന്ത്യക്ക് വേണ്ടിയാണ്. ജമീമയുടെ വിശ്വാസം ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ലോകകപ്പ് വിജയത്തിന് കാരണമായെന്ന് അവൾ വിശ്വസിക്കുന്നു. ഓരോരുത്തരും ദൈവം കൊടുത്തിരിക്കുന്ന ശേഷികൾ പരമാവധി വികസിപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവമഹത്വത്തിനായി നാടിന്റെ നന്മയ്ക്കു വേണ്ടി അർപ്പിക്കുവാൻ ജമീമയുടെ വിശ്വാസവും നേട്ടവും വിശ്വാസ പ്രഘോഷണവും ഇടയാക്കട്ടെ. കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ ഭാഷയിൽ വേടനെ പോലും അംഗീകരിച്ച 2024 മലയാള സിനിമകൾക്കുള്ള സംസ്ഥാന അവാർഡുകൾ അക്കാരണം കൊണ്ട് തന്നെ വിവാദത്തിലായി.
വേടനെ പോലും എന്ന മന്ത്രിയുടെ പ്രയോഗം തനിക്ക് അപമാനകരമല്ലെന്ന വേടന്റെ വാക്കുകൾ മുഖവിലയ്ക്ക് അംഗീകരിക്കുമ്പോൾ പോലും നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായതുകൊണ്ട് നടൻ ദിലീപിനെയും ഹോം സിനിമയുടെ നിർമ്മാതാവ് സ്ത്രീപീഡന കേസിൽ കുറ്റാരോപിതനായതുകൊണ്ട് അദ്ദേഹം നിർമ്മിച്ച ഹോം എന്ന സിനിമയിലെ നായക നടൻ ഇന്ദ്രൻസിനെയും അവാർഡിന് പരിഗണിക്കാതിരുന്ന കേരള സർക്കാരിന്റെ അവാർഡ് നിർണയ കമ്മിറ്റി പല സ്ത്രീപീഡന കേസുകളിലും മയക്കുമരുന്ന് കേസുകളിലും പ്രതിയായ വേടന് അവാർഡ് കൊടുക്കുന്നത് ഏതർത്ഥത്തിലാണ് വിവാദമല്ലാത്തത്? ഭരിക്കുന്നത് ഇടതുപക്ഷമല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ ബഹളം? ഉറച്ച രാഷ്ട്രീയ നിലപാടുകളുള്ള 2000 തെരുവു നാടകങ്ങൾ നടിച്ചിട്ടുള്ള തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി നടൻ പ്രകാശ് രാജ് ആയിരുന്നു അവാർഡ് ജൂറിയുടെ അധ്യക്ഷൻ. 398 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടനാണ് അദ്ദേഹം. ധാരാളം അവസരങ്ങൾ കിട്ടുന്ന നടൻ. 2019 സ്വതന്ത്രനായി ബാംഗ്ലൂരുവിൽ മത്സരിച്ചു. ഒരു പാർട്ടിയിലും ചേരില്ല എന്ന് പറയുമ്പോഴും നവ തെലുങ്കാന രാഷ്ട്രസമിതിയുടെ പരസ്യ അനുഭാവിയാണ്. BJP വിരുദ്ധനാണിപ്പോൾ. ഉറച്ച നിലപാടുകൾ ഉള്ളതുകൊണ്ട് പ്രതിപക്ഷ സമ്മേളനങ്ങളിൽ മിക്കവാറും കാണാം. അതുകൊണ്ട് തന്നെ ആ നിലപാടുകളെ എതിർക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകളെ പിടിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം നീതിപൂർവം തീരുമാനിച്ചു എന്ന് പറയാനാവില്ല. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് തീരുമാനിച്ചു. പലർക്കും അവാർഡ് കിട്ടിയത് അദ്ദേഹത്തിന്റെ നിർബന്ധപൂർവമായ നിലപാട് കൊണ്ടാണെന്ന് വാർത്തയുണ്ട്. അത്തരമൊരാളെ ചെയർമാനായി നിയോഗിച്ച ശേഷം പിന്നെ നിയോഗിച്ചവർ എന്തിനിടപെടണം? അവരെക്കാൾ വിശ്വസ്തയോടെ കാര്യങ്ങൾ ചെയ്യില്ലേ? അവാർഡ് നിർണയത്തിൽ സർക്കാർ ഇടപെട്ടില്ല എന്ന് പറയുന്നത് വലിയ കാര്യമാണോ? പിണറായി സർക്കാരിനെ ആർക്കാണ് അറിയാത്തത്? സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നടൻ പ്രേംകുമാറിനെ അദ്ദേഹം പോലും അറിയാതെ മാറ്റിയ സർക്കാർ കലാകാരന്മാരോട് കാണിക്കുന്ന ആദരം അത്ര പ്രശംസനീയമാണോ? പ്രകാശ് രാജ് പറയണം. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്തിന് ആശമാരെ കുറിച്ച് പ്രതികരിക്കണം? ഒരു കലാകാരനെ അപമാനിച്ചിറക്കി വിടുന്നവർ തരുന്ന അപ്പക്കഷ്ണങ്ങൾ ആർത്തിയോടെ ഭുജിക്കുന്നവരും കലാകാരന്മാരുടെ വില കളയുന്നവരാണ്. പ്രകാശ് രാജ് കണ്ടെത്തിയ അവാർഡ് ജേതാക്കൾ മിക്കവരും ഇടതുപക്ഷക്കാരാണ്. മമ്മൂട്ടി കൈരളി ചാനൽ ചെയർമാനാണ്. ടൊവിനോ വല്ലാത്ത മതേതരക്കാരനാണ്. കിഷ്കിന്ധാകാന്ഡത്തിലെ വിജയരാഘവന്റെ അപ്പുപിള്ള മമ്മൂട്ടിയുടെ പോറ്റിയേക്കാൾ മികച്ചു നിൽക്കുന്നതായി അഭിപ്രായമുള്ളവരുണ്ട്. അങ്ങനെ പലതും. മമ്മൂട്ടിക്കെതിരെ പറയാൻ ഭയമുള്ളതുപോലെ തോന്നും. മമ്മൂട്ടി ഉണ്ടെങ്കിൽ മറ്റാർക്കും അവാർഡ് കിട്ടില്ലെന്നോ? മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് കൊടുക്കാത്തത് ദേശീയ അവാർഡിന് അതിനുള്ള യോഗ്യതയില്ലാത്തത് കൊണ്ടാണെന്നും പ്രകാശ് രാജ് തട്ടിവിടുമ്പോൾ അദ്ദേഹത്തിന് മമ്മൂട്ടിയോടുള്ള വിധേയത്വത്തിന്റെ അടയാളം കൂടിയല്ലേ അത്? എല്ലാ അവാർഡും അങ്ങനെയാണ്. കേന്ദ്ര അവാർഡിന് മാത്രം അത് പറ്റില്ലെന്ന് പറയുന്നതല്ലേ കാപട്യം? ഹാസ്യ നടനും ബാലനടനും ഇല്ല. സിനിമ അവാർഡുകൾ എല്ലാം തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കലാകാരന്മാർക്കാണ് ലഭിച്ചത്. മികച്ച നടൻ മമ്മൂട്ടി, മികച്ച നടി ഷംല ഹംസ, മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ്, മികച്ച ചിത്രത്തിന്റെ നിർമ്മാതാവിനുള്ള അവാർഡും മികച്ച സ്വഭാവ നടനുള്ള അവാർഡും ലഭിച്ച ഷൗബിൻ സാഹിർ, പ്രത്യേക പരാമർശം നേടിയ ആസിഫ് അലി എന്നിവരെല്ലാം മുസ്ലിം സമുദായാംഗങ്ങളാണ്. ഇതേക്കുറിച്ച് നടനും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് C. ഷുക്കൂർ മനോഹരമായ ഒരു നിരീക്ഷണം സോഷ്യൽ മീഡിയയിൽ നടത്തി. കാലം കണക്ക് തീർക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. മതത്തെ ആധുനിക സമൂഹം പരിഷ്കരിക്കുന്നതിന്റെ സാക്ഷ്യമാണിത്. സിനിമയ്ക്ക് പോകുന്നതും കാണുന്നതും, എന്തിനു സിനിമയ്ക്ക് പോകുവാൻ വാഹനത്തിൽ കയറ്റുന്നത് പോലും കൊടും പാതകമായി കണ്ടിരുന്ന സമുദായത്തിൽപ്പെട്ടവരാണ് ഈ അവാർഡുകൾ നേടുന്ന കലാകാരന്മാർ. രാപ്രസംഗങ്ങളിൽ, വെള്ളിയാഴ്ച കുത്തുബകളിൽ സിനിമയ്ക്കെതിരെ എത്ര ശക്തമായ പ്രചാരണമാണ് ഇന്നും നടക്കുന്നത്. 1985 സ്കൂളിൽ വെച്ച് ബാബുമോൻ സിനിമ കണ്ടു. അന്ന് രാത്രി ഉറക്കം വന്നില്ല. അത്ര പാപബോധമായിരുന്നു. പടച്ചവനോട് പലവട്ടം തൗബ ചെയ്ത് ഖേദിച്ചു. സാവകാശം ഞാൻ സിനിമ കണ്ടു തുടങ്ങി. പാപബോധവും തീർന്നു. ഷുക്കൂർ അനുസ്മരിച്ചു. പണ്ട് കവി പാടിയില്ലേ, ഇന്നലെ ചെയ്തോരബദ്ധം ഇന്നിന്റെ ആചാരമാം, നാളത്തെ ശാസ്ത്രവുമതാകാം. എല്ലാ സമൂഹത്തിലെയും സ്ഥിതി അതാണ്. ആദ്യകാല ചലച്ചിത്ര നടിയായിരുന്ന മിസ് കുമാരിയുടെ വീടിന് കല്ലെറിഞ്ഞവരുടെ നാടല്ലേ കേരളം. നിലമ്പൂർ ആയിഷയും സീനത്തും വഴിവെട്ടിയ വഴിയിലൂടെ വന്ന ഷംലയുടെ നേട്ടത്തെ അദ്ദേഹം പ്രശംസിച്ചു. മുസ്ലിം സമൂഹത്തിന്റെ പരിഷ്കരണത്തിനായി പ്രവർത്തിക്കുന്ന പോരാളി കൂടിയാണ് അഡ്വക്കേറ്റ് C. ഷുക്കൂർ.
1994 ഒക്ടോബർ 6 മുസ്ലിം നിയമപ്രകാരം ഷിനയെ വിവാഹം കഴിച്ച ഷുക്കൂർ 2023 മാർച്ച് 8 വനിതാ ദിനത്തിൽ അവരെ 1954 ഇന്ത്യയിലെ പ്രത്യേക വിവാഹ നിയമപ്രകാരം വീണ്ടും വിവാഹം കഴിച്ചു വാർത്തകളിൽ ഇടം നേടി. മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമത്തിലെ ജെൻഡർ നൈതികത ഇല്ലായ്മയ്ക്കെതിരെയുള്ള പ്രതിഷേധമായിരുന്നു ആ വിവാഹം. മാതാപിതാക്കൾ മരണപ്പെട്ടാൽ മുസ്ലിം നിയമപ്രകാരം ഞങ്ങളുടെ പുത്രിമാർക്ക് ഞങ്ങളുടെ സ്വത്തിന്റെ 2/3 ഭാഗമേ ലഭിക്കൂ. ബാക്കി ഞങ്ങളുടെ സഹോദരങ്ങൾക്കാണ് പോവുക. 2 തവണ വാഹനാപകടത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ സ്വത്ത് മുഴുവൻ ഞങ്ങളുടെ പുത്രിമാർക്ക് ലഭിക്കണമെങ്കിൽ ഒരു വഴിയേ ഞങ്ങൾക്കുള്ളൂ: ഇന്ത്യയിലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിക്കുക. ചലച്ചിത്ര അവാർഡിനെ കുറിച്ചുള്ള ഷുക്കൂറിന്റെ പോസ്റ്റ് പെട്ടെന്ന് വൈറലായി. ആയിരങ്ങൾ പ്രതികരിച്ചു. അവയിൽ ഭൂരിഭാഗവും തീവ്രവാദികളുടേതാണ്. എല്ലാവരും ഷുക്കൂറിനെ അപലപിക്കുകയാണ്. അതായത് ഈ അവാർഡുകൾ അസ്വസ്ഥരാക്കുന്നത് മറ്റു സമുദായക്കാരെയല്ല, മുസ്ലിമുകളെ തന്നെയാണ്. അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ ഏറെ വാചാലമാകുന്നത് തീവ്രവാദികളാണ്. മുസ്ലിം സമൂഹത്തിലെ കലാകാരന്മാർ കൈവരിച്ച നേട്ടത്തിൽ അഭിമാനിക്കുന്നവരാകില്ലേ കൂടുതൽ? ഇന്തോനേഷ്യയും പാകിസ്ഥാനും കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും അധികം മുസ്ലിമുകളുള്ള ഭാരതത്തിൽ ഇന്ത്യൻ ഭരണഘടന ഉള്ളതുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യമൊക്കെ പരിരക്ഷിക്കപ്പെടുന്നത്. ആ പരിരക്ഷ ഉപയോഗിച്ച് ഇന്ത്യയെ മുസ്ലിം രാജ്യമാക്കുന്നതിന് ശ്രമിക്കുന്നവർ സ്വയം കുഴികുത്തുന്നവരാണ്. രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യത്തിനെതിരെ ശശി തരൂർ ഈയിടെ എഴുതിയ ലേഖനം നെഹ്റു കുടുംബത്തിന് മാത്രം എതിരാകുന്നത് എങ്ങനെയാണ്? തരൂർ ചൂണ്ടിക്കാണിച്ചതല്ലേ വാസ്തവം. കുടുംബാധിപത്യം മൂലം കഴിവുള്ളവർ ഒതുക്കപ്പെടുന്നു, വിശ്വസ്തരും മക്കളും പദവികൾ നേടുന്നു. ഭാരതത്തിൽ കുടുംബാധിപത്യമില്ലാത്ത ഏത് പാർട്ടിയാണുള്ളത്? കേഡർ പാർട്ടികളായ BJPയും CPMഉം ആവും അപവാദം. നെഹ്റു കുടുംബത്തെ പോലെ അല്ല യാദവ് കുടുംബങ്ങൾ. UPയിലെ അഖിലേഷും ബീഹാറിലെ തേജസ്വിയും മുലായം സിംഗും ലാലു പ്രസാദും റാബ്രി ദേവിയും ഇട്ട അടിത്തറയിലല്ലേ വളരുന്നത്. തമിഴ്നാട്ടിൽ കരുണാനിധി കുടുംബം, സ്റ്റാലിനും കനിമൊഴിയും ഉദയാനിധിയും മാരൻ കുടുംബവുമല്ലേ ഭരിക്കുന്നത്. കർണാടകത്തിലെ ഗൗഡ കുടുംബം, ഖാർഗെ കുടുംബം, DK കുടുംബം, ബൊമ്മെ കുടുംബം, യെദ്യൂരപ്പ കുടുംബം, മകൻ രാഘവേന്ദ്ര MP, വിജയേന്ദ്ര സംസ്ഥാന പ്രസിഡന്റ്, 8 കുടുംബങ്ങളാണ് കർണാടക രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്. ആന്ധ്രയിൽ YSR കുടുംബം, ജഗമോഹൻ, അമ്മ വിജയമ്മ, പെങ്ങൾ ഇപ്പോഴത്തെ APCC അധ്യക്ഷ YS ശർമിള. NDR കുടുംബം, മരുമകൻ ചന്ദ്രബാബു നായിഡു. തെലങ്കാന TRS കുടുംബം, കാശ്മീരിൽ ഷെയ്ഖ് അബ്ദുള്ള കുടുംബം, ഫറൂഖ്, ഉമർ, ദേവിലാലും മക്കളും. AK ആന്റണിയും അനിൽ ആന്റണിയും, ചരൺ സിംഗും അജിത് സിംഗും, നിതീഷ് കുമാറും നിഷാന്ത് കുമാറും, പവാറും മകൾ സ്യൂളയും മരുമകൻ അജിത്തും ഭാര്യ സുനേത്രയും, ശിരോമണി അകാലിദളും. ശിവസേനയിലെ താക്കറേമാരും, ആസാമിലെ തരുൺ ഗൊഗോയും പുത്രൻ ഗൗരവ് ഗൊഗോയും, ഛത്തീസ്ഗഡിലെ ജോഗി കുടുംബവും ശുക്ല കുടുംബവും, ബംഗാളിലെ മമതാ ബാനർജിയും മരുമകൻ അഭിഷേക് ബാനർജിയും, ഒറീസയിലെ ബിജു പട്നായിക് നവീൻ പട്നായിക്കും, കേരളത്തിലെ കരുണാകരനും മുരളിയും പത്മജിയും, ഉമ്മൻചാണ്ടിയും ചാണ്ടി ഉമ്മനും, GKയും ശബരിയും, വിശ്വനാഥനും ബിനോയിയും, KM മാണിയും ജോസ് കെ മാണിയും, PJ ജോസഫും അപ്പുവും, KM ജോർജും ഫ്രാൻസിസും, CHും മുനീറും, PT ചാക്കോയും PC തോമസും, PC ജോർജും ഷോണും എല്ലാം കുടുംബാധിപത്യമല്ലേ? വംശഭരണം ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന തരൂരിന്റെ നിരീക്ഷണം ശരിയല്ലേ? യോഗ്യതയേക്കാൾ സ്വജനപക്ഷപാതമല്ലേ അവിടെ നടക്കുക? ഇതൊക്കെയാണ് സത്യമെന്നറിയുമ്പോഴും തൊണ്ടയിൽ പൊഴുത്താൽ ഇറക്കുകയല്ലാതെ എന്തു വഴിയെന്ന ദുരിതത്തിലാണ് ജനം. ഒരു കുടുംബത്തിലെ 2 തലമുറ തുടർച്ചയായി രാഷ്ട്രീയത്തിൽ പാടില്ലെന്ന് നിയമം കൊണ്ടുവരാമോ? വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തി തിരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കപ്പെടുന്നു എന്ന ചിന്ത ഭാരതത്തിൽ ശക്തമാകുന്നുണ്ട്. കഴിവുള്ളവർ അത് ചെയ്യും, സമയത്ത് കണ്ടുപിടിക്കാനാവാത്തവർ സഹിക്കണം എന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് അത്യാപത്കരമാണ്. ഹരിയാനയിൽ 25 ലക്ഷം കള്ളവോട്ടുകളിലൂടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കപ്പെട്ടതായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനം നാട്ടിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ചുണ്ടാക്കുന്ന അവമതി ഏറെ ഭീകരമാണ്. ഹരിയാനയിൽ 8ൽ 1 വോട്ടർ വ്യാജനാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു.
ആകെയുള്ള 2 കോടി വോട്ടർമാരുടെ 12.5% വ്യാജ വോട്ടർമാർ. ബ്രസീലിയൻ മോഡലായ ഒരു സ്ത്രീയെ സ്വീറ്റി സരസ്വതി എന്നിങ്ങനെ പേരുകളിൽ ഫോട്ടോ സഹിതം ഹരിയാനയിലെ വോട്ടറാക്കി. ഹരിയാനയിലെ 10 വ്യത്യസ്ത ബൂത്തുകളിൽ ഒരേ ഫോട്ടോയുള്ള വോട്ടർ വോട്ട് ചെയ്തു. അവർക്ക് ഒന്നിലധികം പേരുണ്ട്. ഇവ കണ്ടെത്താതിരിക്കാനാണ് പോളിംഗ് ബൂത്തുകളിലെ CCTV ദൃശ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നശിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശയോടെ തട്ടിപ്പ് നടത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കർഷക സമരം കത്തിനിന്ന കാലത്ത് കർഷക നേതാവ് ടിക്കായത്തിന്റെ നാട്ടിൽ BJP ജയിച്ചത് അത്ഭുതമെന്ന് തോന്നിയവർക്കെല്ലാം മറുപടിയായി അടിസ്ഥാനരഹിതം എന്ന ഒറ്റ വാക്കിൽ കമ്മീഷൻ പറഞ്ഞ മറുപടി. രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ അന്വേഷിച്ച് കമ്മീഷന് നെല്ലും പതിരും തിരിക്കരുതോ? കമ്മീഷൻ ഇതാണ് നിലപാടെങ്കിൽ ജനം കൂടുതൽ ജാഗ്രതയോടെ വോട്ടർ പട്ടിക പഠിക്കണം. അല്ലെങ്കിൽ ജനാധിപത്യം തന്നെ പ്രഹസനമാകും. ഭരണഘടനാ സ്ഥാപനങ്ങളായ ഇലക്ഷൻ കമ്മീഷനും ചീഫ് ഇലക്ടറൽ ഓഫീസറും തമ്മിൽ ഉരസിക്കൊണ്ട് കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങി. ആദ്യ ദിവസം 2,07,528 പേർക്ക് ഫോം നൽകിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ വെളിപ്പെടുത്തി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വോട്ടർമാരും ഏറെ ജാഗ്രതയോടെ സഹകരിക്കേണ്ട പരിഷ്കരണമാണ് നടക്കുന്നത്. തീവ്ര പരിഷ്കരണത്തിന് ബൂത്ത് ഏജന്റുമാർ രാത്രിയിലും വീടുകൾ സന്ദർശിക്കുമെന്നും 20 ദിവസം കൊണ്ട് എന്യൂമറേഷൻ പൂർത്തിയാക്കുവാൻ സാധിക്കുമെന്ന് ഡോക്ടർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. തീവ്ര പരിഷ്കരണത്തെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാൻ കേരളം സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചു. കേരളത്തിൽ ജനസംഖ്യയേക്കാൾ 49 ലക്ഷം ആധാർ കാർഡുകൾ വിതരണം ചെയ്തതായി BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. ഇവിടെ ജനസംഖ്യ 3.6 കോടി മാത്രമായിരിക്കെ 4.10 കോടി ആധാർ കാർഡുകൾ വിതരണം ചെയ്തതായാണ് കണക്ക്. ആരാണ് തട്ടിപ്പ് കാണിക്കുന്നത്? കണ്ടുപിടിക്കണം. മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം. PM ശ്രീയിൽ ശക്തി ബോധ്യപ്പെടുത്താനായെന്ന് CPI സംസ്ഥാന കൗൺസിൽ. 21 പേരും ഏകാഭിപ്രായക്കാർ. സെക്രട്ടേറിയറ്റ് രൂപീകരണം ഗുണം ചെയ്തു. നിർണായക തീരുമാനം ആലോചിച്ച് എടുക്കാനായി. ജയിച്ചവർ തോറ്റവരെ പരിഹസിക്കരുതെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ഐക്യത്തോടെ തിരഞ്ഞെടുപ്പിനെ നേരിടണം. MA ബേബിക്കെതിരെ പ്രകാശ് ബാബു പറഞ്ഞത് വേണ്ടിയിരുന്നില്ല എന്ന് കൊല്ലത്ത് നിന്നുള്ള R വിജയകുമാർ തിരുത്തിക്കൊണ്ടുള്ള കുറിപ്പാണ് അനുചിതമായത്. ശിവൻകുട്ടിയുടെ കോലം AYFകാർ കത്തിച്ചതിന് വിശദീകരണം ചോദിച്ചതിനെ മുൻ മന്ത്രി K രാജു വിമർശിച്ചു. രാഷ്ട്രീയ തീരുമാനമുണ്ടാക്കുവാൻ ഇത്തരം നടപടികൾ അനിവാര്യമായി വരും. ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിൽ, ദ്വാരപാലക ശില്പം തുടങ്ങിയവയുടെ അറ്റകുറ്റപ്പണികളുടെ പേരിൽ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന പൈതൃക വസ്തുക്കളുടെ കള്ളക്കടത്തുകാർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷണ പുരോഗതി വിലയിരുത്തവേ നവംബർ 5-ന് ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചു. ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്ന സുഭാഷ് കപൂറിന്റെ ശൈലിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശൈലിയും തമ്മിൽ സാമ്യമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. 1999 വാതിലിൽ 2519.70 ഗ്രാം സ്വർണം പൊതിഞ്ഞിട്ടുണ്ട്. ഇത് മാറിയാണ് 324.40 ഗ്രാം സ്വർണം പൂശിയ വാതിൽ പ്രതിഷ്ഠിച്ചത്. ശ്രീകോവിലിന്റെ വാതിൽ, ദ്വാരപാലക ശില്പം, പീഠം, മറ്റു വസ്തുക്കൾ എന്നിവയുടെ കൃത്യമായ അളവെടുത്ത് ശരി പകർപ്പുകൾ ഉണ്ടാക്കാൻ പോറ്റിക്ക് സാധിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ ഇതിന് നല്ല വില കിട്ടും. കോടതിയുടെ സംശയം കേസിന് വലിയ മാനങ്ങളാണ് ചാർത്തുന്നത്. പഴയ വാതിൽ തന്നെയാണോ ഇപ്പോൾ ഉള്ളതെന്നും കോടതി സംശയം പ്രകടിപ്പിച്ചു. 2018 മുതൽ ഇന്നുവരെയുള്ള സംഭവങ്ങളെ അന്വേഷിക്കുവാൻ കോടതി നിർദ്ദേശിച്ചതോടെ ഇപ്പോഴത്തെ ബോർഡിന്റെ കാലാവധി 1 വർഷം കൂടി നീട്ടാനുള്ള ആലോചന സർക്കാർ ഉപേക്ഷിച്ചു. തട്ടിപ്പുകാർക്ക് പണി കെട്ടിത്തുടങ്ങി. അവസാനം CPM നേതാവ് P ജയരാജന്റെ വിവാദമായ ആത്മകഥ മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. T പത്മനാഭന് കൊടുത്തായിരുന്നു പ്രകാശനം. നേരത്തെ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത് പോലെ കട്ടൻ ചായയും പരിപ്പോടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന ശീർഷകത്തിന് പകരം ഇതാണെന്റെ ജീവിതം എന്നാണ് തലക്കെട്ട്. ജയരാജിനെ കുടുക്കിലാക്കിയ BJP ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം സ്വന്തം ഭാഷ്യം പുസ്തകത്തിലൂടെ നൽകുന്നുണ്ട്. തൻ്റെ മകനെ BJPയിലേക്ക് വശീകരിക്കാൻ ശോഭാ സുരേന്ദ്രൻ നീക്കം നടത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്.
ഒരു വിവാഹ സ്ഥലത്ത് വെച്ച് അവന്റെ നമ്പർ സമ്പാദിച്ച ശോഭാ സുരേന്ദ്രൻ അവനെ നിരന്തരം വിളിച്ചിരുന്നു. ആപത്ത് മനസ്സിലായ അവൻ പിന്മാറി എന്നുമാണ് അദ്ദേഹം പറയുന്നത്. സത്യം എന്തെന്ന് CPM നേതാക്കൾക്ക് പോലും അറിയാം. ജയരാജൻ ഇപ്പോൾ BJP-യിൽ ഇരിക്കേണ്ടതായിരുന്നു എന്ന് അവർ പറഞ്ഞു. അതുകൊണ്ടല്ലേ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റിയത്? ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. ജയരാജൻ നിഷ്കളങ്കനെന്ന് ഇപ്പോൾ പറയുന്ന മുഖ്യമന്ത്രി എന്തേ കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റി? CPM-ലെ 9 നേതാക്കളുമായി ഞാൻ ചർച്ച നടത്തിയിട്ടുണ്ട്. 8 പേരുടെയും വിവരം രഹസ്യമാണ്. ജയരാജന്റെ മാത്രം പുറത്തു വന്നത് ജയരാജൻ ദല്ലാൽ നന്ദകുമാറുമായി ചേർന്ന് എന്നെ പരിഹസിച്ചത് കൊണ്ടാണ് എന്നും അവർ പറഞ്ഞു. കള്ളന്റെ ആത്മകഥയാണ് ഇതാണെന്റെ ജീവിതം, ശോഭാ സുരേന്ദ്രൻ പരിഹസിച്ചു. രാഷ്ട്രീയക്കാരുടെ നേരും നുണയും ഇങ്ങനെയാണ്. ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.